പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രസകരമായ യാത്രയാണ്. ആ യാത്രയെ AK ബാലന്റെ ഒരു ട്രോളുണ്ട്. അതാണ് അതിലെ ഏറ്റവും അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. AK ബാലൻ പറയുന്നത് ദൈവം 6 ദിവസം കൊണ്ട് ഈ ഭൂമി ഉണ്ടാക്കി, 6ാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി എന്നാണ്. ഇതേ ബാലൻ CPM-നെ ട്രോളിയ ഒരു ട്രോള് വേറെയുണ്ട്. സഖാക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം, നിങ്ങൾ എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതുകൊണ്ട് അരിവാൾ ചുറ്റിക രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് CPM-നെ ട്രോൾ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഡയലോഗ് ഇതാണ്: ഈ ലോകമുണ്ടാക്കിയ ദൈവം 6ാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി എന്നാണ്. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ പോയതിനെ ഞാൻ ഒരൊറ്റ കാര്യം CPM-ന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ. ഇന്ത്യയില് ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. നമ്മളെ ഇവിടെ പല മുഖ്യമന്ത്രിമാർ, കർണാടകയുടെ മുഖ്യമന്ത്രി, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ നിരവധി പൊതുയോഗങ്ങളിൽ സിദ്ധരാമയ്യ സംസാരിച്ചു. DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാവ് വന്ന് ഈ ഭാഗങ്ങളിൽ, ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ആന്ധ്ര മുഖ്യമന്ത്രി വന്നു, നിരവധി ആളുകൾ വന്നു. എന്തെന്നാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്, എന്റെ സഖാക്കളെ, അയാൾക്ക് പോകാൻ വയ്യെങ്കിൽ ദയവ് ചെയ്ത് കൽക്കത്തയിൽ ഏതെങ്കിലും ലോഡ്ജ് കടന്നുറങ്ങിയിട്ട് കൽക്കത്ത പ്രചരണത്തിനാണെന്ന് പറയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ഇവിടുത്തെ സഖാക്കളോട്? അതെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അതിന് പകരം മലയാളിയെ മുഴുവൻ അപമാനിച്ചുകൊണ്ടാണ് ഇത്ര സുപ്രധാനമായ ഒരു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ ടൂർ യാത്ര സംഘടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്? യഥാർത്ഥത്തിൽ യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കരുത്. ഇന്ത്യ രാജ്യത്ത് മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനുള്ള നട്ടല് പിണറായിക്കില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറുന്നത്. ധൈര്യമില്ല. കേരളത്തിൽ ഏതായാലും ഞാൻ നിൽക്കണം. കേരളത്തിന് പുറത്തു വന്ന് മോദിക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടൂറ് വിദേശത്തേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായിരിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വേളയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ ഒറ്റ കാരണമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെ കേസ്, നിരവധി കേസുകൾ, ആ കേസുകളിൽ ഇന്നിപ്പോ നിങ്ങൾക്കറിയാം കെജ്രിവാള് ജാമ്യത്തിൽ ഇറങ്ങി. എന്നാൽ ഇന്നലെ ഉള്ള ഒരു കേസുണ്ട്. ഇന്നലെ എന്താണ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ലാവ്ലിൻ കേസ് അതിന്റെ 40ാമത്തെ തവണയും മാറ്റിവെച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ലാവ്ലിൻ കേസ് 40ാമത്തെ തവണ മാറ്റിവെക്കുക, ഇന്ന് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങുക. ഇവിടുത്തെ BJP-യും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം അറിയാൻ 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതിന് സുപ്രധാനമായ കാര്യമാണ് ലാവ്ലിൻ കേസ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്രയേറെ മാറ്റിയ കേസില്ലെന്ന് എല്ലാവരും പറയുന്നു. എന്താണത് മാറ്റാൻ കാര്യം? രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, ഇദ്ദേഹം കൊണ്ടുവന്ന നിരവധി സാമ്പത്തിക ഇടപാടുകൾ. ഒന്ന് കെ-റെയിൽ, കെ-ഫോണ്, കെ-റൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താ കെ-ബസ്, കെ-ക്യാമറ, എല്ലാ പദ്ധതികളും. കെ-റെയിൽ കൊയിലാണ്ടിക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി TT ഇസ്മായിൽ അടക്കമുള്ളവർ അവർ നടത്തിയ, നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾ, കൊയിലാണ്ടിയിലെ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന സമരങ്ങൾ, ആ കെ-റെയിലുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കൺസൾട്ടൻസിയുടെ 1000 കോടി രൂപയിലധികമുള്ള വെട്ടിപ്പുകൾ നടന്നു എന്ന് ആ സമരസമിതി കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രം എന്താണ്? കെ-റെയിലിന്റെ 2 വർഷമല്ലേ പിണറായിയുടെ മുമ്പിൽ ബാക്കിയുള്ളത്?